ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ സുമ്മ അമ്മാ ബഅദ്. ഒന്നാമത്തെ ഹദീസ് വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഇംറഅത്തുൻ അശുദ്ദു ശഅറ റഅസി അഫഅൻഖുദുഹു ലിഗുസ്ലിൽ ജനാബഹ വഫി റിവായ വൽ ഹൈദ قال لا إنما يكفيك أن تحثي على رأسك ثلاث حثيات رواه مسلم. രണ്ടാമത്തെ ഹദീസ് വൻ ആയിഷ റളിയല്ലാഹു അൻഹ قالت قال رسول الله صلى الله عليه وسلم إني لا أحل المسجد لحائض ولا جنب. ഹദീസ് സഹീഹ് അല്ലേ നോക്കണേ എഴുതിയത്. റവാഹു അബൂ ദാവൂദ വസഹഹഹു ഇബ്നു ഖുസൈമ. وعنها رضي الله عنها قالت كنت أغتسل أنا ورسول الله صلى الله عليه وسلم من إناء واحد تختلف أيدينا فيه من الجنابة متفق عليه. وزاد ابن حبان وتلتقي أيدينا وتلتقي أيدينا. وتلتقي أيدينا وتلتقي أيدينا فيه نندا أيدينا خلاص. وعن أبي هريرة رضي الله عنه استغفر الله قال رسول الله صلى الله عليه وسلم إن تحت كل شعرة جنابة فاغسلوا الشعر وأنقوا البشر. رواه أبو داود والترمذي وضعفاه ولأحمد عن عائشة رضي الله عنها نحوه وفيه راو مجهول. ഈ 4 ഹദീസുകളാണ്. കുറേ വിഷയങ്ങളുള്ള ഹദീസാണ്, പക്ഷേ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. وعن أم سلمة رضي الله عنها قالت قلت يا رسول الله إني امرأة أشد شعر رأسي أفأنقضه لغسل الجنابة وفي رواية والحيضة قال لا إنما يكفيك أن تحثي على رأسك 3 حثيات. عن أم سلمة هند بنت أبي أمية رضي الله تعالى عنها. أرى أم سلمة أم سلمة هي أم المؤمنين. ഉമ്മു സലമ അവരുടെ പേര്, അതാണ് ഉമ്മു സലമ എന്നുള്ള വിളിപ്പേരാണ്. അവരുടെ പേര് ഹിന്ദ് ബിന്ത് അബി ഉമയ്യ. അബു ഉമയ്യ അദ്ദേഹത്തിൻ്റെ പേര് ഹുദൈഫ എന്നാണ്. അബു ഉമയ്യ ഹുദൈഫയാണ്. അബൂജഹലിൻ്റെയും ഖാലിദ് ബിൻ വലീദിൻ്റെ ഒക്കെ എളാപ്പയാണ് അബൂജഹൽ. അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ് ഇവരുടെ എളാപ്പയാണ് ആര്? പിന്നെ ഉമ്മു സലമൻ്റെ വാപ്പ. അപ്പോൾ ഉമ്മു സലമയും അബൂജഹലൊക്കെ തമ്മിലുള്ള ബന്ധം എന്താ? പിതൃ സഹോദരൻ്റെ പുത്രിയാണ്. അപ്പോൾ എളാപ്പി മൂത്താപ്പി മക്കളാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. അംർ ബിൻ ഹിഷാമാണ് അബൂജഹൽ. അപ്പോൾ അംർ ബിൻ ഹിഷാമാകുമ്പോൾ ഹിഷാമും പിന്നെ അബു ഉമയ്യ എന്നാണ് ഹുദൈഫ, അവരൊക്കെ സഹോദരങ്ങളാണ്. അതേപോലെ ഖാലിദ് ബിൻ അൽ വലീദ് റഹ്മക്കല്ലാഹ്, അവരൊക്കെ സഹോദരങ്ങളാണ്. ഹിഷാം, അൽ വലീദ്, ഇവരുടെ ഉമ്മു സലമൻ്റെ പിതാവ് പിന്നെ അബി ഉമയ്യ എന്ന ഹുദൈഫ, അവരൊക്കെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഉമ്മു സലമ അവർ അബൂജഹലിൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രിയാണ്. അതേപോലെ ഖാലിദ് ബിൻ അൽ വലീദിൻ്റെ. ഉമ്മു സലമ റഹ്മക്കല്ലാഹ് അവരെ കല്യാണം കഴിച്ചിരുന്നത് അബൂ സലമയാണ്. അബൂ സലമ റസൂലുള്ളാഹിൻ്റെ മുലകുടി ബന്ധത്തിൽ സഹോദരനാണ് അബൂ സലമ. അല്ലാഹു ഷഫാക്കല്ലാഹ്. ഉമ്മു സലമ അബൂ സലമയ്ക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കല്യാണം കഴിക്കുന്നത്. ഹിജ്റയുടെ 4-ൽ. അവർ മരണപ്പെടുന്നത് ഹിജ്റയിൽ 62-ലാണ്. ഹിജ്റയുടെ 62-ൽ, 61-ൽ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, 62-ലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പ്രബല അഭിപ്രായം 62-ൽ എന്നുള്ളതാണ്.
ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ട ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാരുണമായ അന്ത്യം അറിഞ്ഞ ഉമ്മി സലമ റളിയല്ലാഹുവിനെ ഏറെ കരയുകയും ആ വാർത്ത കേട്ടവർ ബോധരഹിതയാവുകയും ചെയ്തു എന്നാണ്. പിന്നെ അതിനുശേഷം കൂടുതൽ ജീവിച്ചിട്ടില്ല. ഉമ്മി സലമ വളരെ ദുഃഖിതയായിട്ടാണ് പിന്നീട് ജീവിച്ചത്. അവരതിനെ തുടർന്ന് മരിക്കുകയും ചെയ്തു. ഉമ്മു സലമ അവരുടെ പേര് ഹിന്ദ്, അവരുടെ വാപ്പാൻ്റെ പേര് അബി ഉമയ്യ, അത് അയാളുടെ വിളിപ്പേരാണ്. ഹുദൈഫയാണ് അയാളുടെ പേര്. ഉമ്മു സലമ ബനു മഖ്സൂം ഗോത്രക്കാരിയാണ്, മഖ്സൂമിയയാണ്, ഖുറൈഷിയത്വമാണ്. അവരിൽ നിവേദനം, ഉമ്മു സലമയിൽ നിന്ന് നിവേദനം. ഖാലത്ത് ഉമ്മു സലമ പറഞ്ഞു ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു. ഖുൽതു അവർ പറയണം, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നി ഇമ്രഅത്തുൻ അശുദ്ധു ഷഅറ റഅസി, ഇന്നി ഇമ്രഅത്തുൻ, ഞാനൊരു സ്ത്രീയാണ്, അശുദ്ധു ഷഅറ റഅസി, എൻ്റെ തലമുടി ഞാൻ കെട്ടിവെക്കും. അശുദ്ധു പറഞ്ഞാൽ കെട്ടിവെക്കും. അശുദ്ധു ഞാൻ കെട്ടിവെക്കും, ഷഅറ റഅസി എൻ്റെ തലമുടി. അഫ അൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ, അഫ അൻഖുദുഹു, ആ കെട്ടിയത് ഞാൻ അഴിച്ചിടണം. അൻഖുദു നഖദ യൻഖുദു എന്നാൽ കെട്ടഴിക്കുക, പിരി ഉടക്കണീന്നൊക്കെ പറയാം. പിരി ഉടക്കുക, മുടഞ്ഞതിൻ്റെ പിരി ഉടക്കുക, അല്ലെങ്കിൽ കെട്ടിയത് പിരി ഉടക്കുക. അഫ അൻഖുദുഹു, ഈ കെട്ടിയ മുടിയെ ഞാൻ കെട്ടഴിക്കേണ്ടതുണ്ടോ? ലിഗുസ്ലിൽ ജനാബത്തി, ജനാബത്ത് കുളിക്ക് വേണ്ടി. ലിഗുസ്ലിൽ ജനാബ, ജനാബത്ത് കുളിക്ക് വേണ്ടി. ജനാബത്ത് പറഞ്ഞാൽ വലിയ അശുദ്ധി. വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് വൽ ഹൈദത്തി, എന്താ വൽ ഹൈദത്തി? ഹൈദ് ഋതുരക്തത്തിൽ നിന്നുള്ള കുളിക്ക് വേണ്ടിയും. ലിഗുസ്ലിൽ ജനാബത്തി വൽ ഹൈദത്തി, ജനാബത്ത് കുളിക്ക് വേണ്ടിയും ആർത്തവത്തിൽ നിന്നുള്ള കുളിക്ക് വേണ്ടിയും. അഫ അൻഖുദുഹു, ഞാൻ മുടി കെട്ടഴിക്കണോ എന്നവർ ചോദിച്ചു. ഖാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ല എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ട. എന്നാൽ മുടി കെട്ടിയത് കെട്ടഴിക്കേണ്ട കാര്യമല്ല. ഇന്നമാ യക്ഫീകി അൻ തഹ്സി അലാ റഅസികി സലാസ ഹസയാത്ത്, ഇന്നമാ യക്ഫീകി, തീർച്ചയായും നിങ്ങൾക്ക് മതി. യക്ഫീകി ആണ് നിങ്ങൾക്ക് മതി. ഇന്നമാ യക്ഫീകി, തീർച്ചയായും നിങ്ങൾക്ക് മതി. അൻ തഹ്സിയ അലാ റഅസികി, നിങ്ങളുടെ തലയിൽ കോരിപ്പാരൽ. കോരിപ്പാരൽ, ഹസ യഹ്സി എന്ന് പറഞ്ഞാൽ കോരി ഒഴിക്കുക, കോരി ഒഴിക്കുക. അൻ തഹ്സി അലാ റഅസികി, നിങ്ങളുടെ തലയിൽ കോരി ഒഴിച്ചാൽ മതി. സലാസ ഹസയാത്തിൻ, 3 കോരലുകൾ, 3 കോരലുകൾ ഇങ്ങനെ കോരി പാർന്നാൽ മതി. റവാഹു മുസ്ലിം, ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്ത്? ഇമാം മുസ്ലിമാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ലഫ്ലുകൾ അറിയിക്കുന്നത് എന്താ ഇതിലുള്ള ഫിഖ്? അതായത് ഈ ഹദീസ് അറിയിക്കുന്നത് ജനാബത്ത് കുളിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഇന്ന് ജനാബത്ത് കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്കലനുണ്ടായി ജനാബത്ത് കുളിക്കുകയാണ് എങ്കിൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജനാബത്ത് കുളിക്കുമ്പോൾ അവർ തലമുടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ടഴിച്ചിട്ട് പിന്നെ കഴുകേണ്ടതില്ല. പ്രത്യേക ആ കെട്ടിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്താൽ മതി? 3 കോരൽ വെള്ളം ഒഴിച്ചാൽ മതി. വഫി റിവായത്തിൻ വൽ ഹൈദത്തി, ഈ ഹദീസ് അറിയിക്കുന്നതനുസരിച്ച് ഹൈദുള്ള സ്ത്രീയും കുളിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി, മുടി കെട്ടഴിച്ചിട്ട് കഴുകേണ്ടതില്ല എന്നാണ് ഈ ഉമ്മു സലമയിൽ നിന്നുള്ള ഹദീസ് അറിയിക്കുന്നത്. ഈ ഹദീസ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഹദീസിൽ പിന്നെ ജനാബത്ത് കാരിയാണ് ഒരു സ്ത്രീ എങ്കിൽ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, അവർ മുടി കെട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി എന്നുള്ളതിൽ ഖിലാഫില്ല. ഇബ്നു ഉമറിൽ നിന്നുള്ള റിവായത്തല്ലാതെ പ്രസിദ്ധമായ അഭിപ്രായ വ്യത്യാസമല്ല. കാരണം അങ്ങനെ കുളിച്ചാൽ കുളി ശരിയാകും. എന്നാൽ ആർത്തവത്തിൽ നിന്നുള്ള കുളിയെ സംബന്ധിച്ചിടത്തോളം അതിന് അങ്ങനെ കോരി പാർന്നാൽ മതിയോ? മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതല്ല മുടി അഴിച്ചിടേണ്ടതുണ്ടോ? അതിലൂടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ
ഇൻഖിദി ഷാറക്കി വഗ്തസിലി എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മുടി എന്ത് ചെയ്യണം? അഴിച്ചിടണം. മുടി മടഞ്ഞത് അഴിച്ചിട്ടതിന് ശേഷം വഗ്തസിലി നിങ്ങൾ കുളിക്കണം എന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, ഞാൻ ആർത്തവകാരിയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞത് മുടി അഴിച്ചിട്ടതിന് ശേഷം കുളിക്കാനാണ്. അപ്പോൾ ആ ഹദീസ് ആയിഷ ഉമ്മയിൽ നിന്നുള്ള ഹദീസ് അറിയിക്കുന്നത് അതും സഹീഹായ ഹദീസാണ്. ഇത് മുസ്ലിമിൻ്റെ റിവായത്താണ്. അതും സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ വന്ന ഹദീസാണ്. അവരോട് റസൂലുള്ള മുടി അഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ്? കുളിക്കാൻ പറഞ്ഞ്. അത് ആർത്തവത്തിൽ നിന്ന് ഉള്ള കുളി. അപ്പോൾ ആ ഹദീസും ഈ ഹദീസും തമ്മിൽ എന്തായി? വൈരുദ്ധ്യമായി. പണ്ഡിതന്മാർ പറയുന്നത് കർമ്മശാസ്ത്രത്തിൽ ഇപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നുള്ള പ്രബല റിപ്പോർട്ട്, പിന്നെ ആർത്തവകാരി കുളിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? മുടി അഴിച്ചിട്ട് കെട്ടഴിച്ചിട്ട് എന്ത് ചെയ്യണം? വെള്ളം മുടിയുടെ കുറ്റിയിലേക്ക് എത്തിക്കുക തന്നെ വേണം ആർത്തവകാരി കുളിക്കാനെങ്കിൽ. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇമാം ഷാഫിഈ, അബൂ ഹനീഫ, മാലിക് തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ആർത്തവത്തിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ എന്തില്ല? മുടി കെട്ടഴിക്കൽ നിർബന്ധമല്ല എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് നിർബന്ധമാണെന്നാണ് മുടി കെട്ടഴിക്കൽ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. അവരിൽ പറഞ്ഞത് എന്താ? റസൂൽ പറഞ്ഞത് എന്താ? മുടി കെട്ടഴിച്ചതിന് ശേഷം കുളിക്കാനാണ്, ആർത്തവത്തിൽ നിന്ന് കുളിക്കുമ്പോൾ. അപ്പോൾ ആ ഹദീസിനെ വെച്ചിട്ട് പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് മുടി അഴിക്കൽ നിർബന്ധമാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഉമ്മു സലമയിൽ നിന്നുള്ള ഈ ഹദീസിനെ മുഖവിലൊക്കെ എടുത്തിട്ട് പറഞ്ഞത് മുടി കെട്ടഴിക്കൽ എന്തില്ല? നിർബന്ധമല്ല. ഒരു സ്ത്രീ മുടി കെട്ടഴിക്കാതെ തന്നെ ആർത്തവ രക്തത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുളി വീടും. പക്ഷേ ഏറ്റവും പ്രതിഫലാർഹവും ഏറ്റവും നല്ലത് എന്താ? ഏറ്റവും നല്ലത് ആർത്തവത്തിൽ നിന്നുള്ള കുളിയാണെങ്കിൽ മുടി കെട്ടഴിക്കലാണ്. കാരണം ആയിഷമ്മയിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ള കൽപ്പിച്ചില്ല അവരോട്, അതാണ് എന്ന് പറഞ്ഞു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഈ വഫീ റിവായത്തിൻ വൽ ഹൈദത്തി എന്നുള്ളത് ഉമ്മി സലമയിൽ നിന്നുള്ള വേറെ റിവായത്തുകളിൽ വന്നിട്ടില്ല. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തല്ലാതെ മറ്റു റിവായത്തുകളിൽ എന്തില്ല? വൽ ഹൈദത്തി എന്നില്ല. പിന്നെ എന്തേ ഉള്ളൂ? ഇനി ഇമ്രാത്തുൻ അശുദ്ധു ഷാറ റഅസി അഫ അൻഖുദുഹു ലി ഗുസ്ലിൽ ജനാബ, ജനാബത്ത് നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടി കെട്ടഴിക്കട്ടെ എന്നുള്ള ചോദ്യമേ ഏതില്ല? ഹൈദത്തി എന്നുള്ള റിവായത്തില്ല. അതുകൊണ്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞത് ഇത് ഷാദാണ്, ഇത് ഷാദാണ്, ഒറ്റപ്പെട്ട വന്ന ഒരു റിവായത്താണ്. അതുകൊണ്ട് എന്തില്ല? അമലില്ല. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിന് ഒന്നുകൂടി ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ജനാബത്ത് കുളിയാണ് എങ്കിൽ മുടി കെട്ടിയതിന് മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി. ആർത്തവകാരിയാണ് എങ്കിൽ കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവർ മുടി കെട്ടിയത് അഴിച്ചതിന് ശേഷം മുടിക്കുറ്റിയിലേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ, തൊലിയിലേക്കും മുടിക്കുറ്റിയിലേക്കും വെള്ളം എത്തുന്ന രീതിയിൽ അവർ കുളിക്കണം. മനസ്സിലായ? ആ അഭിപ്രായമാണ് പിന്നെ വലൈക്കും സലാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ പിൽക്കാലത്തെ പല പണ്ഡിതന്മാരും പറഞ്ഞത് ആർത്തവകാരി മുടി കെട്ടഴിക്കുക എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷേ പിന്നെ അവർ ജനാബത്ത് കുളിക്കുന്നത് പോലെയല്ല ആർത്തവകാരി കുളിക്കേണ്ടത്, പിന്നെ കെട്ടഴിച്ച് കുളിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും പിന്നെ അതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ജനാബത്ത് കുളിക്കുമ്പോൾ മുടി കെട്ടിയതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി. അതേസമയം ആർത്തവകാരി കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കെട്ടഴിക്കാൻ വേണ്ടിയിട്ട്, മുടി കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതേസമയം അവർ കെട്ടഴിക്കാതെ കുളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുളി ശരിയായില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഉമ്മി സലമയിൽ നിന്നുള്ള ഈ റിവായത്ത് ഉള്ളത് കാരണത്താൽ. തയ്യിബ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഇംറഅത്തുൻ അശുദ്ദു ശഅറ റഅസി അഫ അൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ വഫി റിവായത്തിൻ വൽ ഹൈദ ഖാല ല ഇന്നമാ യക്ഫീകി അൻ തഹ്സി അലാ റഅസികി സലാസ ഹസയാത്ത്. രണ്ടാമത്തെ ഹദീസ് വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലാ ഉഹില്ലുൽ മസ്ജിദ ലിഹായിദിൻ വലാ ജുനുബ് റവാഹു അബൂ ദാവൂദ വസഹഹഹു ഇബ്നു ഖുസൈമ. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയിൽ നിവേദനം. ആയിഷ നമുക്ക് വന്ന റാവിയാണ്, നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലാ ഉഹില്ലുൽ മസ്ജിദ ലിഹായിദിൻ വലാ ജുനുബ്, ഇന്നി തീർച്ചയായും ഞാൻ, ലാ ഉഹില്ലുൽ മസ്ജിദ് പള്ളി അനുവദിക്കുകയില്ല,
ലാ ഉഹില്ലു ഞാൻ അനുവദിക്കുകയില്ല അൽ മസ്ജിദ പള്ളിയെ ലിഹായിദിൻ ലിഹായിദിൻ ആർത്തവകാരിക്ക് വല ജുനുബിൻ ജനാബത്തുകാരനും. ഹായിദുള്ള നക്കീറയാണ്, ജുനുബ് എന്നുള്ളത് നക്കീറയാണ്. അത് ഇവിടെ നഫീൻ്റെ സിയാക്കിലാണ് വന്നത്. അപ്പോൾ ഒരാർത്തവകാരിക്കും ഒരു ജനാബത്തുകാരനും ഞാൻ പള്ളി അനുവദിക്കുകയില്ല എന്ന ഒരാശയാണ് അതിലുള്ളത്. ഈ ഹദീസ് ആര് റിവായത്ത് ചെയ്തത്? റവാഹു അബൂ ദാവൂദ്. വസഹഹു ഈ ഹദീസിനെ സഹീഹാക്കി ഇബ്നു ഖുസൈമ. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഈ ഹദീസിലെ ഫിഖ് എന്താ? പള്ളി ആർത്തവകാരിക്ക് പള്ളി അനുവദനീയല്ല. പള്ളി അനുവദനീയല്ല എന്നാണ് എന്താ അതിൻ്റെ ഉദ്ദേശം? പള്ളിയെ ഉപകരിക്കൽ, പള്ളിയെ നമസ്കരിക്കാൻ എന്ന് പറയാൻ പറ്റുമോ? കാരണം ആർത്തവകാരിക്ക് നിസ്കാരം ഉണ്ടോ? ഇല്ല. ജനാബത്തുകാരന് നിസ്കാരം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതല്ലാത്ത ഉപകാരം എടുക്കലാണ്. പള്ളിയിൽ താമസിക്കൽ, പള്ളിയിൽ ഉറങ്ങൽ, പള്ളിയിൽ ഇരിക്കൽ തുടങ്ങിയ ഉണ്ടല്ലോ, അതാണ് ഉപകാരം എടുക്കൽ. അതാണ് പള്ളി അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ പള്ളിയെ തൊട്ട് പള്ളിയിൽ നിന്നുള്ള ഉപകാരം എടുക്കുന്നതിന് അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ആർത്തവകാരിക്കും അതേപോലെ ജനാബത്തുകാരനും. ഈ ഹദീസ് സഹീഹ് എന്ന് പറഞ്ഞവർ ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിക്കാനോ അതേപോലെ തന്നെ പള്ളിയിൽ താമസിക്കാനോ പാടില്ല. അതേപോലെ തന്നെ ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ജനാബത്തുകാരന് പള്ളിയിൽ പ്രവേശനമില്ല, പക്ഷേ എന്ത് ചെയ്യാം? ഇല്ല ആബിരി സബീൽ, വഴി മുറിച്ച് കിടക്കാം. അത് ജനാബത്തുകാരൻ്റെ വിഷയമാണ്. പക്ഷേ ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം ആയത്തിൽ ആർത്തവകാരിയെ പരാമർശിക്കണില്ല. പക്ഷേ പലരും ജനാബത്തുകാരന് മുറിച്ച് കിടക്കാമെങ്കിൽ ആർത്തവകാരിക്കും മുറിച്ച് കിടക്കാം. പക്ഷേ അവർ ബോൽബലകമായിട്ടുള്ള വേറെ ചില തെളിവുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ ഹദീസ് സഹീഹാണോ എന്നുള്ളതാണ്. അബൂ ദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അബൂ ദാവൂദ് ആ ഹദീസിനെ കുറിച്ച് മൗനം ഭജിച്ച്. ഇബ്നു ഖുസൈമ ഇതിനെ സഹീഹ് എന്ന് പറഞ്ഞ്. മനസ്സിലല്ലേ? യഹ്യ ഇബ്നുൽ ഖത്താനും അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാരും ഈ ഹദീസ് ഹസനാണ് എന്ന പക്ഷക്കാരാണ്. ഹസൻ തെളിവെടുക്കാം എന്നുള്ള പക്ഷക്കാരാണ്. പക്ഷേ ഇമാം അൽ ഖത്താബി, ഇമാം അൻ-നവവി, അബ്ദുൽ ഹഖ് അൽ ഇഷ്ബീലി, അതേപോലെ ബൈഹഖി, അതേപോലെ അൽബാനി, ഇവരൊക്കെ ഈ ഹദീസ് ദഈഫാണ് എന്ന പക്ഷക്കാരാണ്. ആരൊക്കെ? അൽ ഖത്താബി, ബൈഹഖി, അബ്ദുൽ ഹഖ് അൽ ഇഷ്ബീലി, പിന്നെ അന്നവവി, ഇമാം നവവി ഒക്കെ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹസം അദ്ദാഹിരി അദ്ദേഹം ദഈഫ് എന്നുള്ള പക്ഷക്കാരനല്ല, അദ്ദേഹം പറഞ്ഞത് ബാത്തിൽ എന്നാണ്. ഈ ഹദീസ് ബാത്തിലാണ് എന്നുള്ള പക്ഷമാണ് ഇബ്നു ഹസം അദ്ദാഹിരി. കാരണം ഇബ്നു ഹസമിൻ്റെ മദ്ഹബ് ദാഹിരി മദ്ഹബ്, ദാവൂദ് ദാഹിരിയുടെയും ഇബ്നു ഹസമിൻ്റെയും മദ്ഹബിൽ ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാം എന്ന അവരുടെ വീക്ഷണം. ഏതായാലും ഹദീസ് അവർ ബലപ്പെടുത്തിയിട്ടില്ല. ഹദീസ് ദുർബലമാകാൻ കാരണം ജുസ്ര അല്ലെങ്കിൽ ജസ്ര ബിന്ത് ദിജാജ എന്ന് പറഞ്ഞിട്ടൊരു റാവിയത്ത് ഈ ഹദീസിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ജുസ്ര ബിന്ത് ദിജാജ, ജുസ്രയാണോ ജസ്രയാണോ ഏതായാലും രണ്ടു. ജുസ്ര ബിന്ത് ദിജാജ കേട്ടാണ്, അത് ദുജാജാണ്, ദിജാജയാണ്. ജുസ്ര ബിന്ത് ദിജാജ അൽ കൂഫിയ എന്ന് പറയുന്ന റാവിയത്തുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റാവിയത്താണ് ആര്? ഈ ജുസ്ര അല്ലെങ്കിൽ ജിസ്ര ബിന്ത് ദിജാജ. ഇവരാണ് ഈ ഹദീസിലെ പിന്നെ ദുർബലമാക്കുന്നവർക്കുള്ള കാരണം ജുസ്രയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇൻദഹ അജായിബ്, ഈ സ്ത്രീയുടെ അടുക്കൽ അത്ഭുത റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ്. എന്നാൽ ഇമാം ബുഖാരി അത് ഇതിൽ ഇവരെ വിശ്വസ്തയായിട്ട് കൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ ജുസ്ര ബിന്ത് ദിജാജ എന്ന റാവിയത്താണ് ഇതിലെ പ്രശ്നം. അതുകൊണ്ട് തന്നെ പിന്നെ പല പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണ് എന്നുള്ള പക്ഷക്കാരാണ്. ഷെയ്ഖ് അൽബാനി അവർ പിൽക്കാലക്കാരിൽ ആ വിഷയത്തിൽ പ്രസിദ്ധനാണ്. അപ്പോൾ പിന്നെ ഏതായാലും സ്ത്രീക്ക് ആർത്തവകാരിക്ക് പള്ളി അനുവദിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ജനാബത്തുകാരനും
പള്ളിയിൽ നിന്ന് ഉപകാരം എടുക്കലാണ്. അത് പള്ളിയിൽ താമസിക്കുക, പള്ളിയിൽ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവേശിക്കുക, തുടങ്ങിയ കാര്യങ്ങൾ. അതാണ് ഇതിൽ നിന്ന് വരുന്നത്. ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയവർ എന്ത് പറഞ്ഞ്, ആർത്തവകാരിക്ക് പള്ളിയിൽ ആവശ്യത്തിന് പ്രവേശിക്കാം, ജനാപത്തുകാരന് പള്ളിയിലൂടെ കടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ. ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്, വലിയ ഖിലാഫാണ്. കാരണം ഈ മസ്അല പിന്നെ ആർത്തവകാരിക്ക് പള്ളി അതിൽ പ്രവേശിക്കൽ അനുവദനീയമാണോ ഇല്ലേ എന്നുള്ളതാണ്. ജനാപത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ജനാപത്തുകാരൻ എന്ത് ചെയ്യാം, കടന്നു പോകാം. പിന്നെ ജനാപത്തുകാരന് കുളിച്ചാൽ ശുദ്ധമായി പള്ളിയിലേക്ക് പ്രവേശിക്കാം. ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം ആർത്തവം നിലയ്ക്ക് തന്നെ വേണം. അപ്പോൾ അവർക്ക് പള്ളിയിൽ പ്രവേശിക്കേണ്ട ആവശ്യങ്ങൾ വരും. ഇപ്പോൾ ക്ലാസ് കേൾക്കാൻ പുറത്ത് സൗകര്യം ഇല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ പള്ളിയിൽ പ്രവേശിക്കേണ്ടതായ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രവേശിക്കാമോ? ദാവൂദ് ദാഹിരി, ഇബ്നു ഹസം അബ്ബാഹിരി, അതേപോലെ തന്നെ ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫിയുടെ സാഹിബായ അൽ മുസനി, ഇവരൊക്കെ പറഞ്ഞത് ഒരു ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. താമസിക്കൽ അനുവദനീയമാണ്. അപ്പോൾ അവരൊന്നാമത് ഈ ഹദീസിനെ ബലപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവർക്ക് അനുവദനീയമാണെന്നുള്ളതിന് തെളിവ് എന്താണ്? അനുവദനീയമാണ് എന്നുള്ളതിനുള്ള തെളിവ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീക്ക് പള്ളിയിലൊരു ഖൈമ ഉണ്ടാക്കി കൊടുത്തിരുന്നു, ഒരു ജാരിയത്തിന്. ആ സ്ത്രീ പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത്, ഖൈമയിൽ. പ്രായപൂർത്തിയായ സ്ത്രീയാണ്. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ആർത്തവം ഉണ്ടാകുന്ന കാലമൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ അവർ പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പള്ളിയിൽ താമസിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് എങ്കിൽ ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമല്ല, അത് അവർക്ക് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഈ അഭിപ്രായം ദാവൂദ് ബാഹിരിയും ഇബ്നു ഹസമും അൽ മുസനിയും അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായത്തുമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളതാണ്. പിന്നെയും അവർ പിന്നെ അതിൻ്റെ ഉപോത്ബലകമായ തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. അതിൽ ഒരു വിഭാഗം പറഞ്ഞു പിന്നെ ജനാപത്തുകാരനെ പോലെ വഴി കടക്കുകയാണ് എങ്കിൽ കടന്നു പോകാം, അതേസമയം താമസിക്കുക എന്നുള്ളത് പറ്റൂല. അവർ അതിന് കൂട്ടുപിടിച്ച തെളിവുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ നാവിനീദി അൽ ഖുംറത മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് നിങ്ങൾ ഖുംറത്ത് എടുക്കും. റസൂൽ നിസ്കരിച്ചിരുന്ന മുസല്ലയാണത്. അപ്പോൾ പള്ളിയിൽ നിന്ന് മുസല്ല എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഖുംറത്ത്. അപ്പോൾ പറഞ്ഞു ഞാൻ ആർത്തവകാരിയാണെന്നാണ് ആയിഷമ്മ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമ ഹൈളത്തുക്കി ലൈസത്ത് ഫിയദിക്കി, നിങ്ങളുടെ ആർത്തവം നിങ്ങളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷമ്മ എന്ത് ചെയ്ത് പള്ളിയിൽ പ്രവേശിച്ചിട്ട് ആ ഖുംറത്ത് എടുത്തുകൊണ്ടെന്ന്. അതേപോലെ വേറൊരു റിവായത്തിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹിൻ്റെ ഒരു ഖാദിമിനോട്, അതേപോലെ തന്നെ ആയിഷയോട് പറഞ്ഞതായിട്ട് വേറെയുണ്ട്, പള്ളിയിൽ നിന്നൊരു സൗബ് എടുക്കാൻ, വസ്ത്രം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ ആർത്തവകാരിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങളുടെ ആർത്തവം നിങ്ങളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾക്ക് ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ തെളിവെടുത്തത് ഈ ഹദീസാണ്. എങ്ങനെ ഇതിൽ നിന്ന് തെളിവെടുത്തത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവത്തിൽ നിന്ന് എങ്ങനെ അവർ തെളിവെടുത്തത്? ആയിഷമ്മ എന്താ മനസ്സിലാക്കിയത്? ആർത്തവകാരിയാണെന്നുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ല റസൂലുള്ളാഹിനോട് പറഞ്ഞത് എങ്ങനെ എടുക്കുക, പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അതേസമയം പിന്നെ പള്ളിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞവരും പറഞ്ഞത് എന്താണ്? ഈ ഹദീസ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പിന്നെ ഖുംറത്ത് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഞാൻ ആർത്തവകാരിയാണെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി നിസ്കരിക്കുന്ന ഒരു പിന്നെ മുസല്ല, സുജാദ മുസല്ല അവർ കൈകൊണ്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ആർത്തവകാരിയായിരിക്കുമ്പോൾ. അപ്പോൾ പള്ളിയിൽ നടക്കുന്നതല്ല അവർ പ്രശ്നമാക്കിയത്, പിന്നെ ഇത് കൈകൊണ്ട് തൊടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആർത്തവം ഇവിടെ അല്ല എന്നാ, നിങ്ങളുടെ കയ്യിലല്ല എന്നാണ്. അപ്പോൾ കൈകൊണ്ട് ഇത് പിടിക്കണ പ്രശ്നമാണ്, അല്ലാതെ പള്ളിയിലൂടെ നടക്കണ പ്രശ്നമല്ല. മനസ്സിലായി? അപ്പോൾ മുസല്ല കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ആയിഷമ്മക്ക് പ്രശ്നം, അല്ലാതെ പള്ളിയിൽ എന്തല്ല
പള്ളിയിൽ നടക്കലല്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് എന്ത്, നിങ്ങളുടെ ആർത്തവം കയ്യിലല്ല, അതുകൊണ്ട് മുസല്ല തൊട്ടു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല, പള്ളിയിൽ നടക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള മസാലല്ല അവിടെ ഉള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ പള്ളിയിൽ ആർത്തവകാരിക്ക് പോകാൻ പാടില്ല, പ്രവേശിക്കാൻ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ തെളിവെടുത്ത മറ്റൊരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ സുദിനത്തിൽ ആർത്തവകാരികളെ മുസല്ലയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എന്താ റസൂലുള്ള പറഞ്ഞത്? മുസല്ലയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ആർത്തവകാരികൾ മുസല്ലയെ വിട്ടു നിൽക്കട്ടെ, മുസ്ലിമീങ്ങളുടെ ദഅവത്തിലും നന്മയിലും അവർ സംബന്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മുസല്ലയെ വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മുസല്ല എന്ന് പറഞ്ഞാൽ എന്താ? മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ള ഈദ്ഗാഹിൽ മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞ ആരോട്? ആർത്തവകാരിയോട്. അവിടെ മുസല്ലയിൽ പറ്റില്ലെങ്കിൽ മുസല്ലയേക്കാൾ ബഹുമാനമുള്ള സ്ഥലമാണ് ഏത്? മസ്ജിദ്. പറഞ്ഞത് മനസ്സിലാണ്ട? മസ്ജിദ്. അപ്പം മസ്ജിദിൽ തീരെ പാടില്ല, അവരതിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നാണ് അവർ തെളിവ് പറഞ്ഞത്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതായത് ഈദ്ഗാഹിലേക്ക് ആർത്തവകാരിയെ കൊണ്ടുപോകാൻ പറഞ്ഞ് മുസല്ലയിൽ നിന്ന് അവരോട് വിട്ടേക്കാൻ പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ ദഅവത്തിലും ദുആയിലും അതേപോലെ തന്നെ ഖൈറിലും അവർ പങ്കെടുത്താൽ മതി, മുസല്ലയിൽ നിന്ന് അവർ വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം മുസല്ലയിൽ ഈദ്ഗാഹിൽ ആർത്തവകാരിക്ക് പ്രവേശനമില്ല എങ്കിൽ അതിനേക്കാൾ പവിത്രമാണേത്? പള്ളി. അപ്പം പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യണം? ആർത്തവകാരി തീർത്തും വിട്ടു നിൽക്കണം എന്നാണ് പാടില്ല എന്ന് പറഞ്ഞവർ തെളിവ് പിടിച്ചത്. അപ്പം മറ്റൊരു മറുപടി എന്താണ്? അവർ പറഞ്ഞത് റസൂലുള്ള മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞ റിവായത്തുണ്ട്, സ്വലയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞ റിവായത്തുണ്ട്. മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അവരോട് സ്വലയിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കുന്ന അവരിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്നാണ്. അവിടെ മുസല്ലയല്ല ഉദ്ദേശം, സ്വലാത്താണ് ഉദ്ദേശം. നിസ്കരിക്കാൻ പാടില്ല, അതേസമയം മറ്റു കാര്യങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ് എന്ന് അതിന് അവർ മറുപടിയായിട്ട് പറഞ്ഞു. പിന്നെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ തെളിവിച്ചൊരു സംഭവമാണ് ആയിഷമ്മൻ്റെ ഹദീസ്. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ അവർക്ക് ഹജ്ജിൽ വേളയിൽ എന്ത് ചെയ്ത് അവർക്ക് ആർത്തവമുണ്ടായി. അതിന് റസൂലുള്ളാഹിൻ്റെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടതാണ്. അപ്പോൾ ആർത്തവമുണ്ടായപ്പോൾ അവർ കരഞ്ഞ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് കരയണത്? അപ്പോൾ അവർ പറഞ്ഞ്, ഇപ്പോൾ എനിക്ക് എൻ്റെ ആർത്തവ പീരീഡായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, ഇഫ് അലി കമാ യഫ് അലുൽ ഹാജ്, ഹാജിമാർ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞ്. ഗൈറ അല്ലാ തതൂഫിൽ ബൈത്ത്, എന്ത് ചെയ്യരുത്? തവാഫ് ചെയ്യരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ തവാഫ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ് തവാഫ് എവിടെയാണ്? തവാഫ് പള്ളിയിലാണ്. അപ്പോൾ പള്ളിയിൽ പ്രവേശിച്ചിട്ടുള്ള തവാഫിനെയാണ് വിരോധിച്ചത്. അതുകൊണ്ട് തവാഫ് എവിടെയാണ്? പള്ളിയിലാണ്. അതുകൊണ്ട് ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിച്ചിട്ട് വേണം തവാഫ് ചെയ്യാൻ. അതുകൊണ്ടാണ് വിലക്കിയത്. പള്ളിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല, തവാഫ് ചെയ്യാനും പാടുള്ളതല്ല. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ പള്ളിയിൽ താമസിക്കൽ അനുവദിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? റസൂലുള്ള തവാഫ് പാടില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ഹാജിമാർ ചെയ്യുന്ന ഇതര പ്രവൃത്തികളൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഹാജിമാർ തവാഫ് ചെയ്യും, അറഫയിൽ പോകും, മുസ്ദലിഫയിൽ വരും, മിനയിൽ വരും, അതേപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കും. തവാഫ് മാത്രം ചെയ്യാൻ പറ്റില്ല, പള്ളിയിൽ പ്രവേശിക്കൽ അടക്കമുള്ള ഇതര കർമ്മങ്ങൾ ഹാജിമാരുടേത് ചെയ്യാം എന്ന് ഈ ഹദീസിനെ വെച്ചിട്ട് ആര് പറഞ്ഞ്? പള്ളിയിൽ താമസിക്കൽ അനുവദിച്ചതായ പണ്ഡിതന്മാർ പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഈ സ്ത്രീകൾക്ക് ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കൽ അനുവാദമില്ലാത്തതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവിടിച്ചതിനൊക്കെ എന്ത് ചെയ്ത് മറ്റുള്ളവർ ഗണ്ണിച്ച്. ഈ ഹദീസ് ഇതിൽ വളരെ വ്യക്തമാണ്. എന്താ വ്യക്തം? ഇന്നി ലാ ഉഹില്ലുൽ മസ്ജിദ ലി ഹായിദിൻ, ആർത്തവകാരിക്ക് ഞാൻ പള്ളി അനുവദിക്കൂല. പക്ഷേ ഈ ഹദീസ് എന്താണ്? അതിൽ ജസ്ര ബിൻത് ദിജാജർ എന്ന റാവിയത്തുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ്. ആ ദുർബലത എന്ത് ചെയ്ത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു ഖിലാഫ് വളരെ നീണ്ട ഖിലാഫാണ്. കാരണം എന്താ? ഒരു വിഭാഗം തെളിവ് പിടിക്കുക, അതിന് മറ്റേ വിഭാഗം മറുപടി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രബലമായ അഭിപ്രായം, അല്ലാഹു ആലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുജാദ് എടുക്കാൻ പറഞ്ഞു, ഹുംറത്ത് എടുക്കാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷമ്മ പറഞ്ഞത് എന്താണ്? എനിക്ക് ആർത്തവാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അതിനോട് പ്രതികരിച്ചത് നിൻ്റെ ആർത്തവം കയ്യിലില്ല എന്നാണ്.
അപ്പോൾ അവിടെ രണ്ട് കൂട്ടരും ഭയക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ? പള്ളി മലിനമാകുമോ ഇല്ലേ എന്നുള്ളതാണ്. അതാണുള്ള വിഷയം. പള്ളി മലിനമാകുമോ ഇല്ലേ എന്നുള്ളതാണ്. പള്ളി മലിനമാകാത്ത വിധം ഒരു സ്ത്രീ വിഷയം സൂക്ഷിക്കുകയാണ് എങ്കിൽ, പള്ളിയിൽ പ്രവേശിക്കേണ്ടതായ അനിവാര്യത ഉണ്ടാവുകയുമാണ് എങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ് കേൾക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പള്ളിയിൽ പ്രവേശിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് എങ്കിൽ അത് നിഷിദ്ധമാണെന്ന് പറയാൻ കഴിയൂല. നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയൂല. അതേസമയം ഒരു സ്ത്രീക്ക് ബ്ലീഡിങ് പ്രശ്നമാണ്, പള്ളി വിഷയമാകും എന്നുണ്ട് എങ്കിൽ അവർ പള്ളിയിൽ പ്രവേശിക്കാനും പാടുള്ളതല്ല. മനസ്സിലായി? അനിവാര്യതയുടെ സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീക്ക് പള്ളി മലിനമാകാതെ ശ്രദ്ധിക്കാനാവുമെങ്കിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ അനിവാര്യതയുടെ സന്ദർഭത്തിൽ അത് അവശ്യഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആവശ്യത്തിന് പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായി? ആ അഭിപ്രായത്തെയാണ് ഷെയ്ഖ് അൽബാനി അതേപോലെ തന്നെ അൽബാനി ശിഷ്യന്മാരൊക്കെ ബലപ്പെടുത്തിയിട്ടുള്ളത്. അത് ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം ഷാഫിയുടെ സാഹിബായ അൽ മുസനിയുടെ അഭിപ്രായമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്താണ്. ബാഹിരി മദ്ഹബിൻ്റെ നേതാക്കളായ ഇബ്നു ഹസം ബാഹിരി അതേപോലെ ദാവൂദ് ബാഹിരി ഇവരുടെയൊക്കെ അഭിപ്രായം അതാണ്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പള്ളിയിൽ ഒരു സ്ത്രീ ആർത്തവകാരിയാണ് എങ്കിൽ അവൾ പ്രവേശിക്കുന്നതിനെ പ്രത്യേകിച്ച് താമസിക്കുന്നതിനെ അതിനെ അവർ വിരോധിച്ചിട്ടുണ്ട്. അതാണ് അതിൽ പറയാനുള്ളത്. പറയാനുള്ള ഒരു വിഷയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. അല്ലാഹു അഅലം. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലാ ഉഹില്ലുൽ മസ്ജിദ ലിഹായിദിൻ വലാ ജുനുബിൻ റവാഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഖുസൈമ. ചിലർ പറഞ്ഞത് ഇതെന്താ ഇത് സഹീഹത്താണ് അല്ലേ, ഇതെന്താ സരീഹത്താണ്. സഹീഹത്ത് പറഞ്ഞാൽ എന്താ? സഹീഹായത്. സരീഹത്ത് പറഞ്ഞാൽ എന്താ? വ്യക്തമായത്. ചിലർ പറഞ്ഞത് സ്ത്രീ ആർത്തവകാരിക്ക് പള്ളി അനുവദനീയമല്ല എന്നതിൽ സരീഹത്തായ റിപ്പോർട്ടുകളുണ്ട്, വ്യക്തമായ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതെന്തല്ല? സഹീഹല്ല. സഹീഹല്ല. അതായത് പള്ളി അനുവദനീയമല്ല എന്നുള്ള വ്യക്തമായ തേട്ടമുള്ള റിപ്പോർട്ടുകളുണ്ട്. അവ എന്തല്ല? സഹീഹല്ല. എന്നാൽ സ്ത്രീക്ക് ആർത്തവകാരിക്ക് പള്ളി അനുവദനീയമാണെന്നറിയിക്കുന്ന സഹീഹായ റിവായത്തുകളുണ്ട്. പക്ഷെ അത് ആ വിഷയത്തിൽ എന്തല്ല? സരീഹത്തുമല്ല, സ്പഷ്ടമല്ല. പറഞ്ഞത് മനസ്സിലായില്ല? അതായത് ഇപ്പോൾ ഒരു സ്ത്രീ അവർക്ക് പള്ളിയിൽ താമസിക്കാൻ എന്ത് ചെയ്ത് റസൂലുള്ള ഒരു വീട് ഹൈമണ്ടാക്കി കൊടുത്ത് അവർ പള്ളിയിലാണ് പാർത്തിരുന്നത്. മനസ്സിലായേ? അവർ പള്ളിയിൽ പാർത്തിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അവിടെ ആർത്തവകാരി പാർത്തു എന്നുള്ളതില്ല, ആ സ്ത്രീ പാർത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇതെന്തല്ല? റിപ്പോർട്ട് സരീഹത്തല്ല, പക്ഷെ അത് സഹീഹാണ്. എന്നാൽ ഇതോ പള്ളി പാടില്ല എന്നുള്ളതിൽ എന്താണ്? സരീഹത്താണ്, വ്യക്തമാണ്. പക്ഷെ അതെന്തല്ല? സഹീഹത്തുമല്ല. അപ്പോൾ ഫുഖാക്കൾ അങ്ങനെയാണ് പറയല്. ആർത്തവകാരിക്ക് അല്ലെങ്കിൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ പറയാറില്ല ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാമോ ഇല്ലേ? ആർത്തവകാരിക്ക് പള്ളി അനുവദനീയം എന്നറിയിക്കുന്ന ചില സഹീഹായ റിവായത്തുകളുണ്ട്. പക്ഷെ അത് ആ വിഷയത്തിൽ സ്വരീഹത്തല്ല. എന്നാൽ ആർത്തവകാരിക്ക് പള്ളി അനുവദനീയമല്ല എന്നതിൽ സ്വരീഹത്തായ റിവായത്തുകളുണ്ട്. പക്ഷെ അതെന്തുമല്ല? സഹീഹത്തുമല്ല എന്നുള്ളതാണ്. വഅൻഹാ റളിയല്ലാഹു അൻഹാ ഖാലത്ത് കുൻതു അഗ്തസിലു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദിൻ തഖ്തലിഫു ഐദീന ഫീഹി മിനൽ ജനാബ മുത്തഫഖുൻ അലൈഹി വസാദ ഇബ്നു ഹിബ്ബാൻ വതൽതഖി ഐദീന. ഇതൊക്കെ ഉള്ള റിവായത്തുകൾ. വഅൻഹാ റളിയല്ലാഹു അൻഹാ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കുൻതു അഗ്തസിലു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുൻതു ഞാൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഞാൻ അഗ്തസിലു ഞാൻ കുളിക്കും, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മിൻ ഇനാഇൻ വാഹിദ് പാത്രം, മിൻ ഇനാഇൻ വാഹിദ് ഒരു പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഞാനും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുളിക്കുമായിരുന്നു. തഖ്തലിഫു ഐദീന ഫീഹി, തഖ്തലിഫു
ഐദീന ഫിഹി, ഐദീന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൈകൾ, ഫിഹി എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിൽ, അതിൽ, ഫിൽ ഇന പാത്രത്തിൽ, തഖ്തലിഫു എന്ന് പറഞ്ഞാൽ എന്താ, മാറി മാറി പ്രവേശിക്കുക, മാറി മാറി പ്രവേശിക്കുക. ആ പാത്രത്തിൽ ഞങ്ങളുടെ കൈകൾ മാറി മാറി പ്രവേശിക്കുമായിരുന്നു. മിനൽ ജനാബ, കുളി നടന്നതെന്ന് എന്തിനു വേണ്ടിയാ? മിനൽ ജനാബ, ജനാബത്ത് കാരണത്താൽ. മിൻ എന്നുള്ളത് ഇവിടെ സബബിയാണ്, ജനാബത്ത് കാരണത്താൽ. അപ്പോൾ ആയിഷ ഉമ്മയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവർക്ക് ജനാബത്ത് ഉണ്ടായാൽ ഒരു പാത്രത്തിൽ നിന്നായിരുന്നു അവർ കുളിച്ചിരുന്നത്. അവരുടെ കൈകൾ മാറി മാറിയായിരുന്നു ആ പാത്രത്തിൽ പ്രവേശിച്ചിരുന്നത്. മനസ്സിലായോ? മുത്തഫഖുൻ അലൈഹി, ഇത് ബുഖാരി മുസ്ലിമും ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്താണ്. വസാദ് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ്റെ റിവായത്തിലുണ്ട് വതൽതഖി ഐദീന. എന്താ തൽതഖി ഐദീന? ഞങ്ങളുടെ കൈകൾ കൂട്ടിമുട്ടുമായിരുന്നു. വതൽതഖി ഐദീന, ഞങ്ങളുടെ കൈകൾ കൂട്ടിമുട്ടുമായിരുന്നു. ഈ പാത്രത്തിന് ഇനാന് ഫറഖ് എന്നാണ് പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയും കുളിച്ചിരുന്ന പാത്രത്തിന് പേര് ഫറഖ് എന്നാണ്. 2 അല്ലെങ്കിൽ 3 സാഴ് വെള്ളമാണ് അതിൽ കൊണ്ടിരുന്നത്. ഫറഖ് 2 അല്ലെങ്കിൽ 3 സാഴ് വെള്ളമായിരുന്നു ഈ പാത്രത്തിൽ കൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ആ പാത്രത്തിൻ്റെ അഗ്രം ഇടുങ്ങിയതാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? തഖ്തലിഫ്, കൈ മാറി മാറി പ്രവേശിക്കണം. ഒന്നായിട്ടെടുത്ത് പാരാൻ പറ്റില്ല. പിന്നെ ഒരാൾ വെള്ളം എടുത്തതിന് ശേഷമാണ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിൽ എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്ന സംഗതി എന്താ? ഈ ഹദീസ് അറിയിക്കുന്ന ഫിഖ് എന്താ? ഭാര്യ ഭർത്താക്കന്മാർ അവർ ജനാബത്തുകാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ച് കുളിക്കാം. അതേപോലെ തന്നെ അവർക്ക് പരസ്പരം ഔറത്ത് കണ്ടു എന്നതിൻ്റെ പേരിൽ എന്തില്ല, വിഷയമല്ല. ഒരാളുടെ ശേഷിപ്പ് ഒരാൾ കുളിക്കുമ്പോൾ അതിൻ്റെ ബാക്കി അതിൽ വെള്ളത്തിൽ വീണ് വെച്ചിട്ട് എന്തില്ല, മറ്റൊരാൾക്ക് അതിനെടുത്ത് കുളിക്കണതിന് പ്രശ്നമല്ല. കാരണം കുളിച്ച് കൈയിടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വെള്ളം അതിലേക്ക് വീഴൂല്ലേ. അപ്പോൾ ഫضൽ, ശേഷിപ്പ് അതിൽ വീണു എന്നതിൻ്റെ പേരിൽ പ്രശ്നമല്ല. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തൊട്ടു എന്നതിൻ്റെ പേരിൽ ശുദ്ധി പൂർണ്ണമാകാതിരിക്കില്ല. കാരണം എന്താ? വതൽതഖി ഐദീന എന്നാണ്, ഞങ്ങളുടെ കൈ കൂട്ടിമുട്ടുമായിരുന്നു. പിന്നെ കുളിക്കാനുള്ള വെള്ളം ഈ പാത്രത്തിൽ നിന്ന് ഇത്ര വെള്ളം കൊണ്ടിരുന്നത്. അപ്പോൾ എത്ര? 2 സാഴ് എന്നാണ് എത്ര വെള്ളം ഉണ്ടാകുക? ഒരു സാഴ് എത്ര? ഒരു സാഴ് 2 കിലോ 40 ഗ്രാം, അല്ലെങ്കിൽ 2 കിലോ 2.5 കിലോ, അല്ലെങ്കിൽ ഏകദേശം 3 കിലോ. ഇപ്പോൾ 2 സാഴ് കൊള്ളുന്ന പാത്രമാണ് ഫറഖ്. അതിൽ നിന്നാണ് 2 ആൾ കുളിച്ചിരുന്നത്. അപ്പോൾ വെള്ളത്തിൽ അവർ മിതത്വം പാലിച്ചതാണ് ഈ റിവായത്ത് അറിയിക്കുന്നത്. وعنها رضي الله عنها قالت كنت أغتسل أنا ورسول الله صلى الله عليه وسلم من إناء واحد تختلف أيدينا فيه من الجنابة متفق عليه وزاد ابن حبان وتلتقي أيدينا. മാത്രമല്ല ഇതിൽ ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മനസ്സിലായി? നമ്മളെ നാടൻ ശൈലിയിലൊക്കെ ഭർത്താക്കന്മാരെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ പ്രശ്നമായി. കാരണം അതേസമയം ഇവിടെ കുളി വരെ ഒന്നിച്ചാണ്. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إن تحت كل شعرة جنابة فاغسلوا الشعر وأنقوا البشر. رواه أبو داود والترمذي وضعفاه. ولأحمد عن عائشة رضي الله عنها نحوه وفيه راو مجهول. وعن أبي هريرة رضي الله عنه, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന തഹ്ത കുല്ലി ഷാറത്തിൻ. എന്താ ഇന്ന തഹ്ത കുല്ലി ഷാറത്തിൻ? തീർച്ചയായും ഓരോ മുടിയുടെയും താഴ്ഭാഗത്തുണ്ട്, അടിയിലുണ്ട്. ഇന്ന തഹ്ത കുല്ലി ഷാറത്തിൻ, ഓരോ മുടിയുടെയും താഴത്തുണ്ട് ജനാബത്ത്. ഫഗ്സിലു ഷാർ, അതിനാൽ നിങ്ങൾ മുടി കഴുകണം. വഅൻകുൽ ബഷർ, നിങ്ങൾ തൊലിയെ ശുദ്ധിയാക്കുകയും വേണം. അൻകു പറഞ്ഞാൽ നദ്ദിഫു, നിങ്ങൾ ശുദ്ധിയാക്കണം. അൽ ബഷറ, തൊലിയെ.
ഈ ഹദീസ് റവാഹു അബൂദാവൂദ്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുനനിൽ, തിർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുനനിൽ. വദഅഫാഹു, എന്താ ദഅഫാഹു? അബൂദാവൂദും തുർമുദിയും അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ദഈഫാക്കിയിട്ടുണ്ട്. ആ ഹദീസ് ദഈഫാകാൻ കാരണം അൽ ഹാരിസ് ഇബ്നു വജീഹ് എന്ന് പറയുന്ന റാവിയാണ്. അൽ ഹാരിസ് ഇബ്നു വജീഹ്, അൽ ഹാരിസ് ഇബ്നു വജീഹ് തീർത്തും അസ്വീകാര്യനായ റാവിയാണ്, തീർത്തും അസ്വീകാര്യനായ റാവിയാണ്. വലി അഹ്മദ് അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹാ നഹ്വഹു. വലി അഹ്മദ്, അഹ്മദ് ഇമാം അഹ്മദിനുണ്ട് മുസ്നദിൽ, അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നഹ്വഹു, ഇതുപോലെ മറ്റൊരു ഹദീസ്, ഇതേപോലെ മറ്റൊരു ഹദീസ് ആയിഷയിൽ നിന്ന് ഇമാം അഹ്മദിനുണ്ട് മുസ്നദിൽ. വഫീഹി, ആ റിവായത്തിൽ, ആ ഹദീസിലുണ്ട് റാവിൻ മജ്ഹൂൽ, മജ്ഹൂലായ ഒരു റാവി, അറിയപ്പെടാത്ത ഒരു റാവി ഉണ്ട്. അറിയപ്പെടാത്ത റാവി ഉണ്ടായാൽ ഹദീസ് സഹിയ ദഈഫ? ദഈഫാണ്, ദഈഫാണ്. പക്ഷേ ഈ റിപ്പോർട്ടും ഇവരുടെ റിപ്പോർട്ടും, അബൂ ഹുറൈറയുടെ റിപ്പോർട്ടും ആയിഷയുടെ റിപ്പോർട്ടും ഒന്നിച്ചിട്ടുണ്ട് എങ്കിൽ ഹദീസ് ബലപ്പെടുക? ഹദീസ് ബലപ്പെടില്ല. കാരണം ഇവിടെ ഈ അൽ ഹാരിസ് ഇബ്നു വജീഹ് എന്ന് പറയുന്ന റാവി തീർത്തും ദുർബലനാണ്, തീർത്തും ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസും, ഈ ആയിഷയിൽ നിന്നുള്ള ഹദീസും അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസും രണ്ടും ഒരുപോലെ ദുർബലാണ്, ഹദീസ് ദഈഫാണ്. പക്ഷേ ഈ ഹദീസിൽ ഇതിൻ്റെ മാന നോക്കുക, ഇന്ന തഹ്ത കുല്ലി ഷാറത്തിൻ, എല്ലാ ഷാറത്ത് രോമത്തിൻ്റെയും അല്ലെങ്കിൽ മുടിയുടെയും പിന്നെ താഴെയുണ്ട് ജനാബത്തുൻ, ജനാബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓരോ മുടിൻ്റെ താഴെയും ജനാബത്തുണ്ട്. ജനാബത്തിൻ്റെ വിധി ഓരോന്നിനും ബാധകമാണെന്ന് അർത്ഥം. ശരീരത്തിലെ ഓരോ ഭാഗത്തിനും ജനാബത്തിൻ്റെ വിധി ബാധകമാണെന്ന് അർത്ഥം. അതുകൊണ്ട് ഫഖ്സിൽ ഉഷാർ, മുടി എന്ത് ചെയ്യണം? ശരിക്ക് കഴുകണം. വെള്ളം പാർന്നിട്ടുണ്ട് എങ്കിൽ തലകുട്ടിന് പാർന്നാൽ പോരാ, പിന്നെ എന്ത് വേണം? അത് മുടിയിലേക്ക് ഇറങ്ങണം, എന്നിട്ട് തൊലി നനയണം. അതാണ് ഫഖ്സിൽ ഉഷാർ, മുടി നിങ്ങൾ കഴുകണം. വ അൻഖുൽ ബഷർ, തൊലിയെ നിങ്ങൾ ശുദ്ധിയാക്കും വേണം. എന്നാണ് മുടി ശരിക്ക് പിന്നെ വരച്ച് കഴുകണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഇവിടെ മുടിയെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താ? ഒരാൾ കുളിക്കുമ്പോൾ വെള്ളം പാർന്നാൽ സ്വാഭാവികമായിട്ടും വെള്ളം തൊലിയിലേക്ക് എത്താൻ പ്രയാസമുള്ള സ്ഥലം ഏതാണ്? തലയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാത്ത ഇതര ചുളിവുകൾ, ഇപ്പോൾ മുട്ടിൻ്റെ ചുളിവുകൾ ഇവിടെയൊക്കെ, അതേപോലെ തന്നെ മടമ്പ്, ഇതൊക്കെ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ നമ്മൾ പിന്നെ കാലുകൾക്കിടയിലുള്ള ഭാഗം, അതേപോലെ ഒക്കെ അവിടെയൊക്കെ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് വെള്ളം എത്തിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ തേട്ടം. അത് ആദ്യത്തെ ഉസൂൽ ഷാറിലേക്ക് വെള്ളം പിന്നെ കൊണ്ടുപോയി എന്നുള്ളത്. അത് ഈ ഹദീസിനെ ആശയാണ് ആ ഹദീസ് അവിടെ അറിയിക്കണത് ശരിക്കും. ഏതായാലും ഈ റിപ്പോർട്ട് ദഈഫായ റിപ്പോർട്ടാണ്. അതിൽ ഈ റാവി അൽ ഹാരിസ് ഇബ്നു വജീഹ് എന്ന് പറയുന്ന റാവിയാണ് അതിൽ ദുർബലൻ. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന തഹ്ത കുല്ലി ഷഅറത്തിൻ ജനാബത്തുൻ ഫഗ്സിലു ഷഅറ വഅൻഖുൽ ബശർ. റവാഹു അബൂ ദാവൂദ് വത്തുർമുദി വദഅഫാഹു വലി അഹ്മദ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ നഹ്വഹു വഫീഹി റാവിൻ മജ്ഹൂൽ. ഇവിടെ അൻ തഹ്സി എന്ന് തന്നെയാണ് ശരി. ഞാൻ തഹ്സിയ എന്ന് തെറ്റി വായിച്ചിട്ടുണ്ട്. അൻ തഹ്സി, അൻ തഹ്സീന എന്നാണ്. തഹ്സീന, നിങ്ങൾ കോരിപ്പാരുക എന്നുള്ളത്. തഹ്സീന അന്ന് വന്നതുകൊണ്ട് നൂന് കളഞ്ഞു പോയതാണ്. തഹ്സീന അത് അഫ്അൽ ഖംസയിൽ പെട്ടതാണ്. യഫ്അലാനി തഫ്അലാനി, യഫ്അലൂന തഫ്അലൂന, തഫ്അലീന, അതാണ് ഈ തഫ്അലീന എന്നുള്ളതാണ് ഈ തഹ്സി എന്നുള്ളത്. അന്ന് വന്നപ്പോൾ നൂന് കളഞ്ഞിട്ടാണ് അതിന് നസ്ബ്. തഹ്സിയ എന്നാണ് ഞാൻ വായിച്ചത്, തെറ്റാണ്. അൻ തഹ്സി അല റഅ്സികി സലാസ ഹദിയാത്ത്. ഈ രണ്ട് ഹദീസുകൾ കുറച്ച് മസ്അലകൾ ഉള്ള ഹദീസാണ്, പ്രത്യേകിച്ച് ഈ ഹദീസ്. മനസ്സിലായി? ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. മാത്രമല്ല പിന്നെ നമ്മൾ ആർത്തവകാരി പള്ളിയിൽ പ്രവേശിക്കുന്നതിനെ മുക്സ് ചെയ്ത് താമസിക്കുന്നതിനെ പിന്നെ അനുവദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ വളരെയധികം നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള പണ്ഡിതന്മാർ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അതേപോലെ തന്നെ ഇവിടുത്തെ അല്ലജ്ന ദായിമ, ഹയ്യത്ത് കിബാറുൽ ഉലമ, അവരൊക്കെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണക്കാരാണ്. പള്ളിയിൽ സ്ത്രീകൾക്ക് മുക്ക് താമസിക്കാൻ പാടില്ല, പള്ളി ആർത്തവകാരിക്ക് പള്ളിയിൽ താമസിക്കാൻ അനുവാദമില്ല. ഇനി ക്ലാസ്സോ മറ്റൊക്കെ ആണെങ്കിൽ തന്നെയും അവർ പള്ളിക്ക് പുറത്തൊരു സൗകര്യത്തിൽ അത് കേൾക്കാൻ പിന്നെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ള പക്ഷക്കാരാണ്. അതുകൊണ്ട് അതിൽ കുറച്ച് മുനാക്കശുണ്ട് ഈ മസ്അലയിൽ. സഹീഹ് ചെയ്യുന്ന സ്ഥലം പിന്നെ
അതിനെക്കുറിച്ച് പറയൽ സായിൻ്റെ മസ്അ പള്ളിക്ക് പുറത്ത് എന്നുള്ളതാണ്. അത് പിന്നെ പറയാൻ കാരണം അതിൻ്റെ അടിസ്ഥാനം ഈ ഹദീസാണ്. അതായത് പിന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലം പള്ളി അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തടയപ്പെട്ടുള്ളത്. പിന്നെ അതേസമയം മസ്അ അത് പള്ളിയിൽ പെട്ടതല്ല എന്ന രീതിയിലാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹക്ക് ആർത്തവമുണ്ടായി. സഫിയ റളിയല്ലാഹു അൻഹക്ക് ആർത്തവമുണ്ടായി. അപ്പോൾ പിന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞു ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് പോകാൻ നിൽക്കുക, ഹജ്ജിൻ്റെ അവസാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സഫിയക്ക് ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ആ ഹാബിസത്തുനാഹി, സഫിയ നമ്മളവിടെ തടഞ്ഞു വെക്കുമോ എന്ന് ചോദിച്ച്. കാരണം എന്താ, ഇനി അവർ ശുദ്ധിയാവോളം വെയിറ്റ് ചെയ്യണമെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പറഞ്ഞ് ല തവാഫത്ത്, അവർ തവാഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏത് തവാഫ്? ഹജ്ജിൻ്റെ തവാഫ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഇദൻ ഫൽ തംഫിർ, എങ്കിൽ പോകാം എന്ന് പറഞ്ഞു. കാരണം പിന്നെ വദാഇൻ്റെ തവാഫ് ആയിരിക്കില്ല, ആർത്തവകാരിക്കില്ല. ഹജ്ജിൻ്റെ തവാഫ് ആർത്തവകാരിക്കും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, ശുദ്ധിയായതിനു ശേഷം തവാഫ് ചെയ്യണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജിൻ്റെ തവാഫ് ചെയ്തില്ല, പിന്നെ വിടവാങ്ങൽ തവാഫല്ല, ഹജ്ജിൻ്റെ തവാഫ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ ശുദ്ധിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. എന്തിന്? തവാഫ് ചെയ്യാൻ. അതേസമയം വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ, ഹജ്ജിന് വരുന്ന സ്ത്രീകൾ, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകണം, ഇനി അവർക്കൊരു തിരിച്ചുവരവ് അചിന്ത്യമാണ് അല്ലെങ്കിൽ കഴിയാത്തൊരവസ്ഥയാണ് എങ്കിൽ അവരുടെ വിഷയത്തിൽ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ ഒക്കെ ഫത്വ അവിടെയാണ് പലരും ഉപയോഗിക്കാറ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനൊക്കെ ആ വീക്ഷണക്കാരാണ്. അത്തരം സ്ത്രീകൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, തവാഫ് ചെയ്യാം. അവർ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ പള്ളി കേടാവാത്ത രീതിയിൽ ശരീരാവയവത്തെ സൂക്ഷിച്ചതിന് ശേഷം പെട്ടെന്ന് തവാഫ് ചെയ്യുക, ഖലാസ്, അവരുടെ ഹജ്ജിൻ്റെ തവാഫ്. അത് അത്തരം കേസുകളിൽ മാത്രമാണ്. അതായത് ഇങ്ങനെ വിദേശങ്ങളിൽ നിന്ന് വരുന്നവർ, അവർക്ക് കൂടെയുള്ളവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒക്കെ ഒരു സന്ദർഭം വരികയാണ്, ഇനി അവർക്ക് മടങ്ങി വന്നിട്ട് ചെയ്യാന്നുള്ളത് സാധ്യമല്ല. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാകുമ്പോൾ പിന്നെ അത്തരം സ്ത്രീകൾക്ക് തവാഫ് ചെയ്യാവുന്നതാണ്. ആ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.